ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വണ്ണമുള്ളവർക്ക് മോഡേൺ ഡ്രസ്സ് വെയർ ചെയ്യാൻ പാടില്ല, അത് സൂട്ടാകില്ല എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അതൊക്കെ ഇന്ന് ഞാൻ ടോട്ടലി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വണ്ണമുള്ളവർക്കും ഇനി മോഡേൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാമെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും വാർഡ്രോബിൽ എന്തായാലും ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടാവും. ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ വണ്ണമുള്ളവർക്ക് ബ്ലാക്ക് ടോപ്പും ബ്ലൂ ജീൻസും എങ്ങനെ പെർഫെക്റ്റ് ആയി സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതാണ്. അത് പ്ലസ് സൈസ് ആയാലും സ്ലിം ആയാലും ഈ കോംബോ എല്ലാവർക്കും സൂട്ട് ആവുന്ന ഒരു കോംബോയാണ്. സോ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിവിടെ ഇങ്ങനെ പോക്കറ്റ്സ്, രണ്ട് സൈഡും പോക്കറ്റ്സ് ഉണ്ട്. സ്ലീവ് ഇത് ശരിക്കും ഷോർട്ട് സ്ലീവ് ആയിരുന്നു. ഇതിൽ ലേസ് എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇതിലും അത് തന്നെ. അതുപോലെ നെക്ക് കുറച്ച് വൈഡായിരുന്നു. നെക്കിൻ്റെ അവിടെ ഒരു ഇൻസൈഡ് ഒരു എലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്തു. ഈ ഈ ടൈപ്പ് ഷോർട്ട് ടൈപ്പ് എയർലൈൻ ടൈപ്പ് ടോപ്സ് നമുക്ക് ഇതുപോലെ ബ്ലൂ ജീൻ്റെ ഒപ്പം വെയർ ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് ആയിരിക്കും. ഞാൻ വെയർ ചെയ്തിട്ടുള്ള ടോപ്പ് പ്ലസ് സൈസുകാർക്കുള്ളതാണ്. ഈ ടോപ്പ് വാങ്ങിയപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഷോർട്ടായിരുന്നു. അതിൽ ഞാൻ സെപ്പറേറ്റഡ് ലേസ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല വണ്ണമുള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ മോഡേൺ ഡ്രസ്സും എനിക്ക് മാച്ചായ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, വണ്ണമുള്ളവർക്ക് എല്ലാ ഡ്രസ്സുകളും മാച്ച് ആവും. ഇതിടാൻ പാടില്ല, അതിടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ സ്റ്റൈൽ മെത്തേഡ് അറിയുവാണെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് മോഡേൺ ഡ്രസ്സുകൾ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ക്രൈപ്പ്, ജോർജറ്റ്, ഷിഫോൺ പോലുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുക. അവോയ്ഡ് ചെയ്യേണ്ടത് സ്റ്റിഫ് കോട്ടൺ, ഹാർഡ് മെറ്റീരിയൽസ്, ലിനൻ പോലുള്ള ഫാബ്രിക്കുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തടി തോന്നാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നെക്ക് ചൂസ് ചെയ്യുമ്പോൾ വി നെക്ക്, റൗണ്ട് നെക്ക് ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെയുള്ള നെക്ക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് സ്ലിം ആയിട്ട് തോന്നും. ഓട്ടോമാറ്റിക്കലി ബോഡിക്കും നമുക്ക് സ്ലിം ലുക്ക് ഉണ്ടാവും. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ക്ലോസ് നെക്ക്, ഹൈ നെക്ക് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫാറ്റി ലുക്ക് കിട്ടും. അതുകൊണ്ട് മാക്സിമം ആ ടൈപ്പ് നെക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് സ്ലീവ് ആണ്. സ്ലീവ് നമ്മളെപ്പോഴും 3/4 സ്ലീവ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഈ ടോപ്പ് റെഡിമെയ്ഡ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഷോർട്ട് ആയിരുന്നു. ഞാൻ അതിലേക്ക് ഒരു വീതിയുള്ള ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അത് 3/4 സ്ലീവ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ട്രിക്കും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്കിലും വൈഡ് ആയിട്ടുള്ള യൂനെക്ക് ആയിരുന്നു. അതിൽ ഞാൻ ഒരു എലാസ്റ്റിക് ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ട് നെക്കിൻ്റെ വൈഡ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ടോപ്പുകളും കുർത്തികളും ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് സ്ലീവ് നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള ലേസുകൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്താൽ ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും. എനിക്ക് ഈ ടോപ്പ് മേടിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ടും ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പക്ഷെ സ്ലീവ് ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ കുറേ നാളിത് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതുപോലെയുള്ള ലേസ് വാങ്ങിയിട്ട് ഞാൻ തന്നെ ഓൾട്ടർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ടോപ്പ്. അപ്പോൾ ഈ ട്രിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഷോർട്ട് സ്ലീവ് ഒക്കെ ബിഗ് സ്ലീവ് ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ടോപ്സ് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക. കൂടുതൽ ടൈറ്റ് ആയാലും കൂടുതൽ ലൂസ് ആയാലും ഫാറ്റി ലുക്ക് കിട്ടും. അതുകൊണ്ട് സെമി ഫിറ്റ് ആയിട്ട് നമ്മൾ ടോപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ജ്വല്ലറി സെലക്ട് ചെയ്യുമ്പോൾ ഗോൾഡനും സിൽവർ ടൈപ്പ് ജ്വല്ലറീസും ഭയങ്കരമായിട്ട് ബ്ലാക്കിന് മാച്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ജ്വല്ലറി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള റിങ്സ്,
ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാല ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നെക്ക് പീസ് ഹെവി ആണെങ്കിൽ ഇയറിങ്സ് സ്മോൾ ആയിട്ടുള്ള സ്റ്റഡ് ആണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെയർ ചെയ്യുവാണെങ്കിൽ ബ്ലാക്കിൽ നിങ്ങൾക്കും ബ്യൂട്ടിഫുൾ ആയിട്ടും ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ ഹെയർ സ്റ്റൈൽ നമുക്ക് മുടി വേണമെങ്കിൽ ഹെവി പാർട്ടി വെയർ ഹെയർ സ്റ്റൈൽ ഒന്നും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ നോർമലി എങ്ങനെയാണ് ഹെയർ സ്റ്റൈല് ആ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും ഇതിന് ഓപ്പൺ ഹെയർ സ്റ്റൈലായിരിക്കും കൂടുതൽ ഭംഗി തരുന്നത്. വന്നിട്ട് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റെഡ് എടുക്കുവാണെങ്കിൽ ഭയങ്കര ഒരു ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഡാർക്ക് കളേഴ്സ് ലിപ്സ്റ്റിക് ആയിരിക്കും കൂടുതൽ ഭംഗി. അതുപോലെ തന്നെ ഈ ഡ്രസ്സിനൊപ്പം ജ്വല്ലറീസ് ലൈറ്റ് വെയ്റ്റും ഭയങ്കര ഭംഗി തരുന്നതായിരിക്കും. അപ്പം അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരുപാട് ഹെവി ആയിട്ടുള്ള ജിമിക്കി പോലുള്ള ജ്വല്ലറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഷൂസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ആവും. അപ്പോൾ ഷൂസ് ഇടുന്നതായിരിക്കും കൂടുതൽ ഭംഗി തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാഗ് ചൂസ് ചെയ്യുമ്പോഴും ലോങ് ബാഗും ഷോർട്ട് ബാഗും ഇതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആവും. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ബാഗ് ലോങ് വേണമെങ്കിൽ ലോങ്, എനിക്ക് കൂടുതൽ ഇഷ്ടം ലോങ് ആണ്. ഞാൻ ഷോർട്ട് ബാഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ടൈപ്പ് ബാഗും ഇതിന് സൂട്ടാകും. വണ്ണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി മോഡേൺ ഡ്രസ്സ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ണമുള്ളവർക്കും ഇനി മോഡേൺ ഡ്രസ്സ് ധരിക്കാം. ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പ്ലസ് സൈസ് ആണെന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇനി ധരിക്കാവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ലാസ്റ്റ് 3 വീഡിയോക്ക് തന്ന സപ്പോർട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.